ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഫുഡ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് സുക്ക റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് സുക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 ഉള്ളി, 3 ടൊമാറ്റോ, 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, ഗരം മസാല, ടർമറിക് പൗഡർ, കൊറിയാൻഡർ ലീവ്സ്, കറി ലീവ്സ്. ഇതിവിടെ ചുവന്ന മുളക് പൊടിച്ചെടുത്തതാണ്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ബീഫ്. അപ്പോൾ ഇത്രയും ചേരുവകൾ കൊണ്ട് നമുക്ക് ബീഫ് സുക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം അടുപ്പത്തൊരു കുക്കർ വെച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ ചേരുവകളെയും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ടർമറിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ഒന്ന് മിക്സായി ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെക്കാം. ഏകദേശം ഒരു 7-8 വിസിലാവുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം.
ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സും മല്ലിപ്പൊടിയും പിന്നെ കൊറിയൻഡർ ലീവ്സും നമുക്ക് ബീഫ് വെന്ത് വന്നതിന് ശേഷം ആഡ് ആക്കാം. ഇതിവിടെ ഏകദേശം ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ്സോളം നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഞാൻ നന്നായി ഇളക്കി കൊടുത്ത് അതിനെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കൊറിയൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ഒരു അടിപൊളി ബീഫ് സുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക് യു.